Welcome to Mahimas cooking class. In this video, Phirni engana undakkunnu namukku kaanam. Phirni ഉണ്ടാക്കാനായിട്ട് നമുക്ക് വേണ്ടത് ബസ്മതി റൈസ് ആണ്. ബസ്മതി റൈസ് ഞാൻ ഒരു അരമണിക്കൂർ കുതിർത്ത ശേഷം വെള്ളം കളഞ്ഞു വെച്ചേക്കുന്നതാണ്. അപ്പോൾ ഞാൻ എടുത്തേക്കുന്ന ഒരു 4 ടേബിൾ സ്പൂൺ ബസ്മതി റൈസ് ആണ്. ബസ്മതി റൈസ് വരെ കൈമയോ ജീരശാല റൈസൊക്കെ യൂസ് ചെയ്യാം. അപ്പോൾ ആദ്യം അതൊന്ന് പൊടിച്ചെടുക്കാം. പൊടിക്കുമ്പോൾ ഇച്ചിരി തരിയോടുകൂടെ വേണം പൊടിച്ചെടുക്കാൻ. ഇതേപോലെ ഫൈനായിട്ട് പൊടിച്ചെടുത്തു. നമുക്ക് ചെറിയ ചെറിയ തരിയുണ്ട്, ഈ രീതിയിൽ വേണം എടുക്കാൻ. അടുത്തായിട്ട് നമുക്ക് 1 ലിറ്റർ പാല് ബോയിൽ ചെയ്തെടുക്കണം. 1 ലിറ്റർ എന്ന് പറയുമ്പോൾ 4 കപ്പ് പാല് വരും. 250 ml കപ്പാണ്. പാല് നന്നായിട്ടും തിളയ്ക്കണം. ഇപ്പോൾ പാല് നന്നായിട്ട് തിളയ്ക്കാൻ തുടങ്ങി. ഇപ്പോൾ ഇനിയും ഇതിൽ നിന്ന് കുറച്ച് പാലെടുക്കുക. ഒരു 2 ടേബിൾ സ്പൂൺ പാലെടുത്തിട്ട് ഇവിടെ ഞാൻ കുറച്ച് സാഫ്രൺ എടുത്ത് വെച്ചിട്ടുണ്ട്. ഒരു നുള്ള് സാഫ്രനാണ്. സാഫ്രണിലേക്ക് ഒഴിച്ചു വെക്കാം. അത് നല്ലതായിട്ട് നിറം ഇറങ്ങും, കൂടാതെ നല്ലൊരു ഫ്ലേവറും കിട്ടും. അപ്പോൾ സാഫ്രൺ ഇല്ലെങ്കിൽ ഒമിറ്റ് ചെയ്യുക. സാഫ്രൺ ഇല്ലാതെ നമുക്ക് ഈ ഫിർണി ഉണ്ടാക്കാം. തിളച്ച് കഴിഞ്ഞാൽ ഒരു 6 മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ തന്നെ ഇട്ട് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി തിളപ്പിച്ചുകൊണ്ടേ ഇരിക്കുക. 5 മിനിറ്റ് നമ്മൾ ഹൈ ഫ്ലെയിമിൽ തിളപ്പിക്കുകയായിരുന്നു. ഇനിയും നമുക്ക് ഇതിനകത്തേക്ക് അരി ഇടാം. നമ്മൾ പൊടിച്ചു വെച്ചേക്കുന്ന അരി ഇതിനകത്തേക്ക് ചേർക്കാം. അരി നമ്മൾ അരയ്ക്കുമ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ അതിലേക്ക് കുറച്ച് പാല് ചേർത്തിട്ട് അല്ലെങ്കിൽ വെള്ളമോ ചേർത്തിട്ട് വേണമെങ്കിലും അരച്ചെടുക്കാം. അതേപോലെ നമ്മൾ മിക്സ് ചെയ്ത് ഈ ചൂട് പാലിലേക്ക് ഇടുമ്പോൾ വേണമെങ്കിൽ കുറച്ച് പാലുമായിട്ട് മിക്സ് ചെയ്ത് കട്ട കെട്ടുന്നത് അവോയ്ഡ് ചെയ്യാം. അപ്പോൾ അരി ഇട്ട ശേഷം തീ കുറച്ച് നമ്മൾ കുക്ക് ചെയ്യുമായിരുന്നു. പക്ഷേ 8 to 10 മിനിറ്റ്സ് കുക്ക് ചെയ്യണം. അപ്പോൾ നോക്കിയാൽ അരിയൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. നന്നായിട്ട് ഉടഞ്ഞൊരു പരുവം വരും. ആ ഒരു സ്റ്റേജ് ആകുമ്പോൾ നമുക്ക് ഇതിനകത്തേക്ക് പഞ്ചസാര ചേർക്കാം. 1/4 കപ്പ് ഷുഗർ ചേർക്കാം. മധുരം കൂടുതൽ വേണമെങ്കിൽ പിന്നീട് ചേർക്കാം. അരി നന്നായിട്ട് വെന്ത ശേഷം നമുക്ക് ഇതിനകത്തേക്ക് 1/4 കപ്പും ഒരു ടേബിൾ സ്പൂൺ എക്സ്ട്രായും കൂടെ ഇടാം. നമ്മൾ നേരത്തെ കുതിർത്ത് വെച്ച സാഫ്രൺ മിൽക്കും കൂടെ ചേർക്കാം. സാഫ്രൺ ചേർക്കുന്നതുകൊണ്ട് നല്ലൊരു നിറം കിട്ടും. ഫിർണി ഇപ്പോൾ ഈ ഒരു പരുവായി, ഈ ഒരു തിക്നെസ് ആയിട്ടുണ്ട്. അത് നമ്മൾ ചൂടാറുമ്പോഴത്തേക്ക് നന്നായിട്ട് തിക്കായിക്കോളും. ഇത് ഓഫ് ചെയ്യാം. ഓഫ് ചെയ്ത ശേഷം നമുക്ക് ഇതിനകത്തേക്ക് ഫ്ലേവറിങ്ങിന് വേണ്ടിയിട്ട് കാർഡമം പൗഡർ ചേർക്കാം. ഏലക്കാപ്പൊടി ഒരു 1/4 ടീസ്പൂൺ മതിയാവും. ഇപ്പോൾ ഫിർണി റെഡിയാണ്. ഈ ഒരു തിക്നെസ്സാണിപ്പോൾ. ഇനി നമ്മൾ സെറ്റ് ചെയ്യുമ്പോഴത്തേക്ക് ഇതിലും നന്നായിട്ട് തിക്കാവും. ഞാൻ ഇതേപോലെ ചെറിയ കട്ടോറീസിലാണ് എടുക്കുന്നത്. ഇതിന് പകരം നമുക്ക് മൺചട്ടിയുടെ ചെറിയ കട്ടോറീസ് കിട്ടും. അതിനകത്താണെങ്കിൽ ഒന്നുകൂടെ നല്ലതാണ്. ഫ്ലേവർ ഒത്തിരി നന്നായിട്ട് വരും. ഫിർണി ഇതേപോലെ പ്ലെയിനായിട്ട് വേണമെങ്കിൽ നമുക്ക് സെർവ് ചെയ്യാം. ഞാൻ കുറച്ച് ഗാർണിഷിന് വേണ്ടിയിട്ട്
കുറച്ച് ആമണ്ട്സും പിസ്റ്റാഷ്യൂസും ചേർക്കുകയാണ്. കുറച്ച് സാഫ്രൻ കൂടെ. ഇപ്പം നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്ന ഈ അളവെന്ന് പറഞ്ഞാൽ 12 ഇതേപോലെ ചെറിയ കട്ടൂരീസിൽ 12 എണ്ണത്തിനുള്ള അളവാണ് നമ്മൾ ചെയ്തേക്കുന്നത്. എപ്പോഴും ഫിർണി ഉണ്ടാക്കിയിട്ട് എപ്പോഴും ഒരു 3-4 മണിക്കൂർ നന്നായിട്ട് തണുപ്പിച്ച ശേഷം സെർവ് ചെയ്യുക. അപ്പോൾ നല്ല ഫേം ആയിട്ട് കിട്ടും. ആ രീതി വേണം സെർവ് ചെയ്യാനായിട്ട്. അപ്പം ട്രൈ ചെയ്ത് നോക്കുക. നല്ലൊരു ഒക്കേഷൻ വരുമ്പോഴൊക്കെ സെർവ് ചെയ്യാൻ പറ്റിയൊരു ഓപ്ഷനാണ് ഫിർണി. അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ് മഹിമാസ് കുക്കിംഗ് ക്ലാസ്.